മിൽമ ബിൽ, അത് മിൽമയിലെ അഡ്മിനിസ്ട്രേറ്റർമാർ കൂടി വോട്ടവകാശം നൽകുന്ന ബിൽ നിയമസഭ പാസ്സാക്കി ഗവർണർക്ക് കൊടുത്തു. ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചു. രാഷ്ട്രപതി അത് തള്ളിയിരിക്കുകയാണ്. അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയല്ലേ? ഒരു തിരിച്ചടിയുമല്ല. കേരളത്തിൻ്റെ നിയമസഭ പാസ്സാക്കിയ ബില്ലായിരുന്നു അത്. നിയമസഭ പാസ്സാക്കിയിട്ട് ആ ബില്ലിലൊരു ചെറിയ അമെൻമെൻറ്റ് മാത്രമാണ് നമ്മളതിൽ വെച്ചിരുന്നത്. അപ്പോൾ അത് ഗവർണർ അംഗീകരിച്ചില്ല എന്നുള്ളതാണ്. മാസങ്ങളോളം അത് കയ്യിൽ വെച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാണ് രാഷ്ട്രപതിക്ക് അത് വിട്ടത്. രാഷ്ട്രപതി ഇപ്പോഴാണ് അത് തിരിച്ചു വിട്ടത്. ഇപ്പോൾ ഒരു വർഷം ആകാൻ പോകുന്നു. അപ്പോൾ മിൽമയുടെ ഈ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ നമ്മൾ സമീപിച്ചു. ഹൈക്കോടതി അപ്പോഴേ അനുമതി തന്നു. ഇപ്പം ഭരണം മിൽമ ഇവിടെ നടത്തുന്നുണ്ട്. ഈ ബില്ലിന് അനുസൃതമായ അംഗീകാരം ഹൈക്കോടതി തന്നിട്ടുള്ളതിനാൽ തിരിച്ചടിയില്ല. അതെ, ഒരു തിരിച്ചടിയും നമ്മെ സംബന്ധിച്ചിട്ടില്ല. മിൽമയുടെ ഭരണം വളരെ സുഗമമായി തിരുവനന്തപുരത്ത് പോകുകയാണ്. മറ്റൊന്ന്, മിൽമയിൽ ഒരു സമരം നടന്നു വന്നിരുന്നല്ലോ. അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ പരിഹരിച്ച് മിൽമ സമരം ഒത്തുതീർത്തു. മിൽമയുടെ സമരം ഒത്തുതീർപ്പാക്കി. ഇന്ന് രാവിലെ മുതൽ നമ്മുടെ തൊഴിലാളി സംഘടനകളുമായിട്ട് ഇന്ന് ഞങ്ങൾ ചർച്ച നടത്തിയിരുന്നു. വളരെ അനുഭാവപൂർവ്വം തൊഴിലാളികൾക്ക് കൊടുക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ 2021 മുതൽ ഇങ്ങോട്ട് കൊടുക്കേണ്ടുന്ന അവരുടെ ആനുകൂല്യങ്ങൾ, ശമ്പള പരിഷ്കരണം, അതാണ് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത്.